നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സുരിത സജി ദമ്പതികളുടെ മകൻ ശ്രീദേവ് ആണ് മരിച്ചത്. വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. നേരത്തെ കമലേഷ് ഈ വിവരം നൽകുമ്പോൾ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമായിരുന്നു നൽകിയിരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ? ഈ മരിച്ച കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിവരവും കമലേഷ് തന്നിരുന്നു. എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ? അജിംഷാദ്, പോലീസ് കൂടുതൽ വിവരങ്ങളൊന്നും ഇത് സംബന്ധിച്ച് നൽകിയിട്ടില്ല, കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ കുട്ടി 36 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അവരുടെ വീടിൻ്റെ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതോടൊപ്പം ഇവർക്ക് മറ്റൊരു കുട്ടി കൂടിയുണ്ട്, 5 വയസ്സുള്ള ഒരു ആൺകുട്ടി കൂടിയുണ്ട്. ഈ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നില്ല, സജി എന്നയാളാണ് ഭർത്താവ്. ഈ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ 2 കുട്ടികളെയും ഒരുമിച്ച് ഇവർ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് രാവിലെയായി നോക്കിയ സമയത്ത് അവരുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 36 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതാവുകയും ചെയ്തിരുന്നു. പിന്നീട് സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസും മറ്റ് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് കിണറ്റിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. ഈ വീട്ടിൽ സജി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ അതായത് ഈ കുട്ടിയുടെ മാതാവ് സുരിതയെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവരും ഈ 2 കുട്ടികളും അവരുടെ മൂത്ത സഹോദരിയും അമ്മയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ സുധാകരൻ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഭർത്താവും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഈ 3 പേരും ഈ 2 കുട്ടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടന്നിരുന്നു. ഈ 2 കുട്ടികളെയും തൻ്റെ അടുത്ത്, അതായത് 5 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ഒരു വശത്തും ഈ 36 ദിവസം പ്രായമുള്ള പെൺകുട്ടിയെ മറ്റൊരു വശത്തും കിടത്തി 2 പേരോടും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഈ അമ്മ ഉറങ്ങാൻ കിടന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു എന്നാണ് ഈ അമ്മ സുരിത ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴി. ഇത് എങ്ങനെ സംഭവിച്ചു? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുള്ളതായി നാട്ടുകാർക്ക് അറിയില്ല. ഇവരുടെ ഈ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഇവരുമായി വിവാഹമോചനം നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത്. അതാണോ ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുടുംബത്തിലില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു ചോദ്യമായി നിൽക്കുന്നത്. എന്നാൽ അമ്മയെ, ഈ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മൃതദേഹവുമായി പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയായതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും 36 ദിവസം പ്രായമുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തത്. അമ്മ പറയുന്നത് താൻ അറിഞ്ഞിട്ടില്ല, കുട്ടിയെ നഷ്ടപ്പെടുകയായിരുന്നു, കുട്ടിയെ കാണാതാവുകയായിരുന്നു. അതേസമയം ഈ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് തനിക്ക് അറിവില്ല, താൻ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെ മാതാവ് പറയുന്നത്. അജിംഷാദ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.